എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 2026 പുതുവർഷത്തിൽ തിരുവാതിര നക്ഷത്രക്കാരുടെ ഫലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. തിരുവാതിര നക്ഷത്രം വരുന്നത് മിഥുനൻ രാശിയിലാണ്. മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 2026 ജൂൺ 2 വരെ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം ജന്മത്തിലും തുടർന്ന് 2-ലും, ശനി 10-ലും, രാഹു 9-ലും, കേതു 3-ലും സഞ്ചരിക്കുന്ന കാലയളവാണ്. ഈ 4 ഗ്രഹങ്ങളെയാണ് പ്രധാനമായിട്ടും എടുത്ത് പറയുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൂടുതൽ കാലം ഒരു രാശിയിൽ നിന്ന് സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഗ്രഹങ്ങളാണ് ഇവ 4. മറ്റ് ഗ്രഹങ്ങളുടെ മാറ്റങ്ങളും ബാധിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ ചെറിയൊരു കാലയളവിൽ വരുന്നത് കൊണ്ട് ഗോചരാലുള്ള ഫലങ്ങൾ പ്രധാനമായിട്ടും ഈ ഗ്രഹങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് പറയുന്നത്. തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കുറേ കാലമായിട്ട് പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും ഒക്കെ അനുഭവിച്ചു വരികയായിരുന്നു. അതിൽ നിന്നെല്ലാം മോചനം വന്നു ചേരുന്ന ഒരു വർഷമായിരിക്കും 2026. കർമ്മരംഗത്ത് പലതരത്തിലുള്ള തടസ്സങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഈ രാശിക്കാർ അനുഭവിച്ചു വരികയാണ്. ബിസിനസ് രംഗത്തുള്ളവരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സാമ്പത്തിക നഷ്ടങ്ങളും പ്രതിസന്ധികളും ഒക്കെ നേരിട്ട് വരികയായിരുന്നു. ഇങ്ങനെയുള്ളവർക്കെല്ലാം അതിൽ നിന്നെല്ലാം മോചനം കിട്ടുന്ന സമയമാണ്. ഉദ്യോഗം അന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് ഉദ്യോഗം ലഭിക്കുന്ന ഒരു വർഷമായിരിക്കും തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് 2026. വിവാഹം അന്വേഷിക്കുന്നവർക്കും വിവാഹം നടക്കാൻ സാധ്യതയുള്ള ഒരു വർഷമായിരിക്കും. പല വിധത്തിലും ദാമ്പത്യപരമായിട്ട് പല പ്രശ്നങ്ങളും നേരിട്ടുകൊണ്ടിരുന്ന ഈ രാശിക്കാരെ സംബന്ധിച്ച് ആ ദാമ്പത്യ പ്രശ്നങ്ങളൊക്കെ മാറി സമാധാനവും സന്തോഷവും വന്നു ചേരുന്നതാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള ധനം വന്നു ചേരുന്നതാണ്. അതായത് കുറേ കാലമായിട്ട് പലതരത്തിലും സാമ്പത്തിക പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കടം കൊടുത്ത കാശൊന്നും തിരിച്ച് കിട്ടാത്തതിലുള്ള പ്രയാസങ്ങളൊക്കെ നേരിട്ടുകൊണ്ടിരുന്ന ഈ രാശിക്കാരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായിട്ട് അതെല്ലാം തിരിച്ചു കിട്ടാനും അതിലൂടെ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികളെ മറികടക്കാനും സമാധാനത്തോടെ ജീവിതം നയിക്കാനും തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് കഴിയുന്നതും ആയിരിക്കും. വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവുന്നതാണ്. ബിസിനസ് രംഗത്ത്, കലാരംഗത്ത്, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അംഗീകാരങ്ങളും സ്ഥാനമാനങ്ങളും പ്രത്യേകിച്ച് ബിസിനസ്സിൽ മുടങ്ങിക്കിടന്നിരുന്ന ആ ബിസിനസ് രംഗത്തൊക്കെ ഒരു ഉയർച്ച അല്ലെങ്കിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകാനും അതിലൂടെ സാമ്പത്തിക സ്ഥിരത കൈവരിക്കാനും ഒക്കെ കഴിയുന്ന ഒരു വർഷമായിരിക്കും. വാഹനഭാഗ്യം, ഗൃഹഭാഗ്യം എന്നിവയൊക്കെ വന്നു ചേരുന്ന ഒരു വർഷവുമായിരിക്കും. എങ്കിലും ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഈ രാശിക്കാർ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വന്നു ചേരുന്ന ചെറിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നതിനായിട്ട് ശനിയാഴ്ചകൾ അവരവരുടെ മതാചാരപ്രകാരം പ്രത്യേകം പ്രാർത്ഥനകൾ നടത്തുന്നത് ഗുണകരമായി ഭവിക്കുന്നതും ആയിരിക്കും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ ഹരിവാണി ജ്യോതിഷം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടണും ബെല്ലൈക്കനും ഒക്കെ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമെല്ലാം ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും തിരുവാതിര നക്ഷത്രക്കാർക്ക് എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ടും മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.